നമസ്കാരം, എൻ്റെ പേര് ജോളി രാജേന്ദ്രൻ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ്സിൽ നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ചും സ്കെയിലേഴ്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സ്കെയിലർ? ഒരു സ്കെയിലർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ സ്കെയിലർ എന്ന് പറയുന്നത്. അതായത് അതിന് ഡയറക്ഷൻ ഇല്ല, അതൊരു പോസിറ്റീവോ ഒരു നെഗറ്റീവോ ആയുള്ളൊരു നമ്പർ ആയിരിക്കും. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, മാസ് പറയാം, പിന്നെന്താണ് സ്പീഡ് പറയാം, പിന്നെന്താണ് ഡിസ്റ്റൻസ് പറയാം. ഇതെല്ലാം എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഒരു വെക്റ്റർ? ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ഹാവിങ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്, വെയിറ്റ് പറയാം, പിന്നെ വെലോസിറ്റി പറയാം, ഡിസ്പ്ലേസ്മെന്റ് പറയാം. ഇതെല്ലാം എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നിങ്ങളുടെ കാറിൻ്റെ സ്പീഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാറിൻ്റെ സ്പീഡ് അറിയാൻ പറ്റും. എത്രയാണ് കാണിക്കുന്നത്? 35 km/h അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനകത്ത് വാല്യൂ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ അല്ലേ? സ്പീഡോമീറ്ററിൽ ഡയറക്ഷൻ പറയുന്നില്ല. അപ്പോൾ സ്പീഡ് എപ്പോഴും എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് വാല്യൂ മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വാല്യൂ മാത്രമുള്ള ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് 35 km ഫോർവേഡ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൂടി അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാണ്. ഉദാഹരണം 35 km/h ടുവേർഡ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ ടുവേർഡ്സ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡയറക്ഷനും കൂടി വന്നു. അപ്പോൾ ഒരു സ്കെയിലാറിൻ്റെ കൂടെ ഒരു ഡയറക്ഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയി മാറി. ഓക്കെ, അപ്പോൾ 35 km/h ഫോർവേഡ് എന്ന് പറയുമ്പോൾ അതെന്തായി? വെലോസിറ്റി ആയി മാറി. അപ്പോൾ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിനെന്തുണ്ട്? ഒരു ഡയറക്ഷനും ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സ്കെയിലാറും വെക്റ്ററും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ വെക്റ്റർ ഇസ് റെപ്രസെന്റഡ് ബൈ എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്. ഓക്കെ, ഇതിന്റെ ഈ ലെങ്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെയും ആരോ അതിന്റെ ഡയറക്ഷനെയും കാണിക്കും. ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും മാറാതെ, അതായത് ഈ ലെങ്തും ഈ ഡയറക്ഷനും മാറാതെ സ്പേസിൽ എവിടെ വേണമെങ്കിലും എനിക്ക് ഈ വെക്ടറിനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ഫ്രീ വെക്ടറാണ്. ഓക്കെ, അപ്പോൾ എ വെക്ടർ ഇസ് ജസ്റ്റ് ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് ഈക്വലന്റ് ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്സ് എന്ന് നമുക്ക് പറയാം. അതായത് ഇതിനെ ഇപ്പോൾ ഞാൻ ഡയറക്ഷനും ലെങ്തും മാറാതെ ഇങ്ങോട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇത് രണ്ടും എന്താണ്? സെയിം വെക്ടർ തന്നെ ആണ്. എ ഈസ് ഡിനോട്ടഡ് ബൈ എ, അതിന് മുകളിൽ ഒരു ആരോ. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്സിൽ ബോൾഡ് ലെറ്റർ എ ആയിട്ടും കാണിക്കാറുണ്ട്. അപ്പോൾ ആൾജിബ്രയിൽ നമ്മൾ എപ്പോഴും ആരോ കണ്ടാൽ അത് എന്താണ്? ദാറ്റ് ഡിനോട്ട്സ് ഇറ്റ് ഈസ് എ വെക്ടർ. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് എനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? അതിനെ വന്നിട്ട് മോഡുലസ് ഓഫ് എ, വെക്ടർ എ എന്നാണ് കാണിക്കുക. ഓക്കെ, ഇനി എന്താണ് ഒരു യൂണിറ്റ് വെക്ടർ എന്ന് നോക്കാം. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വെക്ടർ ഹാവിങ് എ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഇതിന്റെ എങ്ങനെ ഡിനോട്ട് ചെയ്യും എന്നാണ്. ഇതിപ്പോൾ ഒരു വെക്ടർ എ ആണെന്ന് വിചാരിക്കുക. ഐ എം ഗോയിങ് ടു ഡിഫൈൻ അനദർ യൂണിറ്റ് വെക്ടർ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് വെക്ടർ എ. അപ്പൊ അതെങ്ങനെയായിരിക്കും? അപ്പോൾ ആരോ ഇതിന്റെ അതേ ഡയറക്ഷനിൽ വരണം അല്ലെ? ഇനി അതിനെങ്ങനെയാണ് ആൾജിബ്രയിൽ ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ സ്മോൾ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ. ഇനി ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ, അത് കാണിക്കാൻ വേണ്ടി സഫിക്സ് ആയിട്ട് എ കൊടുത്തു. അപ്പോൾ ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. ഈ പ്ലെയിനിന് അല്ലെങ്കിൽ ഈ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര യൂണിറ്റ് വെക്ടേഴ്സ് പോസിബിൾ ആണ്? അപ്പോൾ ഒന്നെന്ന് പറയുന്നത് പോയിന്റിങ് അപ്പ് അല്ലേ? പോയിന്റിങ് അപ്പ് ആണ്. അടുത്ത യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റിങ് ഇൻസൈഡ് ആണ്. അപ്പോൾ 2 യൂണിറ്റ് വെക്ടർ പോസിബിൾ ആണ്. ഒന്ന് പേപ്പറിൽ നിന്നും എമർജ് ചെയ്യുന്ന, മുകളിലോട്ട് വരുന്നത്, മുകളിലോട്ട് പോയിന്റ് ചെയ്യുന്നത്, പിന്നെ പേപ്പറിന്റെ ഉള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ 2 യൂണിറ്റ് വെക്ടേഴ്സ് പോസിബിൾ ആണ് അല്ലെ? അതായത് ഇതിപ്പോ ഒരു നിങ്ങളുടെ പേപ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? ദർ ഇസ് എ യൂണിറ്റ് വെക്ടർ ദാറ്റ് ഈസ് പോയിന്റിങ് അപ്വേർഡ് which is perpendicular to the plane of paper, and there is another unit vector that is pointing inside the paper. അപ്പോൾ ഞാൻ ഇതിനെ ഈ
മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പേപ്പറിന് പുറത്തേക്ക് പോയിന്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറിനെ എ എൻ ക്യാപ്പ് എന്ന് വിളിച്ചാൽ എന്തായിരിക്കും ഈ വെക്ടർ? ഇതെന്ന് പറയുന്നത് ഇതിന്റെ അതേ മാഗ്നിറ്റ്യൂഡ് ഉള്ള കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് അല്ലെ. അപ്പൊ ഇത് മൈനസ് എ എൻ ക്യാപ്പ് ആയിരിക്കില്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പോൾ എത്ര യൂണിറ്റ് വെക്ടേഴ്സ് പോസിബിൾ ആണ്? ഒരു പേപ്പറിന്റെ സർഫസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് 2 യൂണിറ്റ് വെക്ടേഴ്സ് പോസിബിൾ ആണ്. ഒന്ന് പോയിന്റിങ് ഔട്ട്വേർഡും ഒന്ന് പോയിന്റിങ് ഇൻസൈഡ്. 2 വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 തിയറംസ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനും അടുത്തത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷനും. അപ്പോൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ പറയുന്നത് to add 2 vectors, represent the vectors such a way that the tail of vector A coincides with the head of the vector B. അതായത് എ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ അതുപോലെ വെക്കുന്നു. ഇനി ബി എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ മൂവ് ചെയ്ത് എയുടെ ടെയിലിൻ്റെ ഇവിടെ കൊണ്ട് വെക്കണം. ഓക്കെ. അതായത് ബിയുടെ ഹെഡ് എയുടെ ടെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷനും മാറാൻ പാടില്ല, മാഗ്നിറ്റ്യൂഡും മാറാൻ പാടില്ല. ഓക്കെ. അങ്ങനെ റെപ്രസെന്റ് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു വെക്ടറിന്റെ ഹെഡിൽ നിന്നും അടുത്ത വെക്ടറിന്റെ ടെയിലിലേക്ക് ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. അപ്പം ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് എ പ്ലസ് ബിനെ റെപ്രസെന്റ് ചെയ്യും, ബോത്ത് ഇൻ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അടുത്തത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ്. അപ്പോൾ ഇത് പറയുന്നത് നമ്മൾ 2 വെക്ടേഴ്സിനെ ടെയിൽ ടു ടെയിൽ ആയിട്ട് പ്ലേസ് ചെയ്യണം അറ്റ് എ കോമൺ പോയിന്റ്. അതായത് ഇപ്പൊ ഇത് എ എന്ന് പറയുന്ന വെക്ടർ, ഇത് ബി എന്ന വെക്ടർ. ടെയിൽ ടു ടെയിൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? വെക്ടർ എയെ നമ്മൾ ഡയറക്ഷൻ മാറ്റാതെ അങ്ങനെ വെച്ചു. ഇനി ബിയെ നമ്മൾ പതുക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഈ പൊസിഷനെ കൊണ്ട് വെക്കും. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ലെങ്തും മാറാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇതാണ് വെക്ടർ ബി. ഇനി നമ്മൾ ഈ പാരലോഗ്രാം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ പാരലോഗ്രാമിന്റെ 2 സൈഡായി. ഇനി 3ാമത്തെ 4ാമത്തെ സൈഡും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് ഡയഗണൽ ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കുക. ഓക്കെ. ഈ ഡയഗണല് എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറിനെ ഡിനോട്ട് ചെയ്യും, ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ്. അടുത്തതായിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് 2 ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ സ്കെയിലറും വെക്ടേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ അനദർ വെക്ടർ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ബൈ എ സ്കെയിലർ നോക്കാം. അതിനൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ തന്നെ നോക്കാം. നിങ്ങൾക്കറിയാം ഒരു മാസ് ഉണ്ട്. ആ മാസ് ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ആക്സലറേഷൻ, അത് ഈ ബോഡി ആക്സലറേറ്റ് ആവും അല്ലെ. അപ്പോൾ ഈ ഫോഴ്സും ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, F is equal to m into a അല്ലെ. അതായത് ഒരു വെക്ടറിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് സ്കെയിലറിന്റെ ടൈംസ് ആയിട്ട് മാറും അല്ലെ. ദ മാഗ്നിറ്റ്യൂഡ് വിൽ ബിക്കം m ടൈംസ് ദ ഒറിജിനൽ മാഗ്നിറ്റ്യൂഡ്. അടുത്തതായിട്ട് 2 വെക്ടേഴ്സ് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ 2 വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് എ എന്നൊരു വെക്ടർ, ബി എന്ന് വേറൊരു വെക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പാരലോഗ്രാം ലോ അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോ ഓഫ് അഡിഷൻ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇനി സബ്ട്രാക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ എ എന്നൊരു വെക്ടർ ഉണ്ട്, അപ്പോൾ ബി എന്നൊരു വെക്ടർ ഉണ്ട്. ഓക്കെ. അപ്പം മൈനസ് ബി എങ്ങനെയായിരിക്കും? മൈനസ് ബി എന്ന് പറയുന്ന വെക്ടർ ദാറ്റ് വിൽ ബി the vector having same magnitude as B but in the opposite direction. അതായത് ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റിലെ ലെങ്ത് സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് ബി ആണെങ്കിൽ ഇത് മൈനസ് ബി ആയിരിക്കും. ഓക്കെ. എ എന്ന് പറയുന്ന വെക്ടർ ഇതാണ്. ഇനി മൈനസ് ബി എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ മൂവ് ചെയ്ത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാതെ മൈനസ് ബി ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ. ഇനി ഈ പാരലോഗ്രാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഡയഗണല് ഇതായിരിക്കും എന്ത്?
എ മൈനസ് ബി. അതായത് നമ്മൾ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ, അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ സബ്ട്രാക്ഷൻ ഓഫ് ടു വെക്ടേഴ്സിന് യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് അഡിഷൻ ഓഫ് ടു വെക്ടേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കുലർ ലോ ഓഫ് അഡിഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് അഡിഷൻ യൂസ് ചെയ്യാം. രണ്ടും യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെക്ടേഴ്സും സ്കെയിലേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി, വെക്ടർ അഡിഷൻ നോക്കി അല്ലെ, പാരലോഗ്രാം ലോ ഓഫ് അഡിഷനും ട്രയാങ്കുലർ ലോ ഓഫ് അഡിഷനും എന്താണെന്ന് നോക്കി, വെക്ടർ സബ്ട്രാക്ഷൻ നോക്കി, പിന്നെ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ നോക്കി അല്ലെ. വെക്ടർ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഒരു സ്കെയിലാറിനെ എങ്ങനെ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് നോക്കിയത്. വെക്ടേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കവർ ചെയ്തിട്ടില്ല. അത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് റിവൈസ് ചെയ്ത ശേഷം പഠിക്കാം. അപ്പോൾ താങ്ക് യു.